Good evening, all. Sir, good evening. Good evening, good evening. Okay, sir, നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. Yes. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡേ 5 ആണ് സബ്ജക്ട് ഇൻട്രൊഡക്ഷൻ, CA ഇന്റർമീഡിയറ്റ് സബ്ജക്ട് ഇൻട്രൊഡക്ഷന്റെ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് ഇൻഡയറക്ട് ടാക്സ്. വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ആൻഡ് നമ്മൾ ഏറ്റവും കൂടുതൽ നന്നായി ക്ലിയർ ചെയ്ത് പോകേണ്ട ഒരു സബ്ജക്റ്റ് ആണ് ഇൻഡയറക്ട് ടാക്സ് ആസ് എ CA സ്റ്റുഡന്റ്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങളിലേക്ക് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യുന്നത് CA മുഹമ്മദ് അൽതാഫ് സർ ആണ്. അദ്ദേഹം വൺ ഓഫ് ദ ലീഡിംഗ് പ്രാക്ടീസിംഗ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആസ് വെൽ ആസ് ഫേമസ് ഫാക്കൽറ്റി ഫോർ ഇൻഡയറക്ട് ടാക്സ് സബ്ജക്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്ട് പാറ്റേൺ, സിലബസ്, അതേപോലെ മാർക്കിംഗ് സ്കീം, എങ്ങനെയാണ് പ്രിപ്പറേഷൻസ് ആൻഡ് സബ്ജക്റ്റിന്റെ കംപ്ലീറ്റ് ഇമ്പോർട്ടൻസ് നിങ്ങളുടെ ഒരു കോഴ്സിൽ മാത്രമല്ല ആസ് വെൽ ആസ് നിങ്ങളുടെ കരിയറിലും എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് സാറുമായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സർ. Sure. Yeah. Is it audible? യെസ് സർ. Okay, 1 second. Let me share my screen, buddies. Yeah. Okay, a very good evening, everyone. Am I audible? യെസ് സർ, ക്ലിയർ ആണ്. So, myself, CA മുഹമ്മദ് അൽതാഫ്. I'm a practicing chartered accountant. ഞാൻ ഏകദേശം കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് നമ്മളുടെ ഇൻഡയറക്ട് ടാക്സ്, നമ്മളെ GST എന്നുള്ള സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് IDT എടുക്കുന്നത് ഞാനായിരിക്കും. സോ നമ്മളുടെ സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുമല്ലേ? നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റില്ല ഇതിൽ ചാറ്റ് ബോക്സിൽ? പറ്റും സർ, പറ്റും. ഷുവർ. ഓക്കെ. അപ്പോൾ എനിവേ നമ്മളുടെ IDT എന്നുള്ള ചാപ്റ്റർ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ടാക്സേഷൻ എന്നുള്ളൊരു പേപ്പറാണ് നമുക്ക് വരുന്നത്. ഓക്കെ. So if you can see here, okay, we have a taxation paper, taxation for 100 marks. അപ്പോൾ ഇതിൽ നമുക്ക് ആക്ച്വലി പറയുകയാണെങ്കിൽ we have 2 subjects. One is income tax, and we have GST. Income tax for 50 marks and GST for 50 marks. So this part I'm handling. This GST part I'm handling. So in GST actually പറയുകയാണെങ്കിൽ നമുക്ക് നല്ല സ്കോറിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് GST. നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. ദർ ഇസ് നത്തിങ് ലൈക്ക് ഹൈ ഫണ്ട് കോൺസെപ്റ്റ് വളരെ കുറവാണ്. നമുക്ക് ഏറ്റവും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, പ്രാക്ടിക്കലി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലേ? ഇപ്പം നിങ്ങൾ കടയിൽ പോകാറുണ്ട്, കടയിൽ പോകുന്ന സമയത്ത് നിങ്ങൾ GST കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാ കടയിലും GST കൊടുക്കാറില്ല, ചില കടയിൽ GST കൊടുക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ് എല്ലാ കടയിലും GST ഇല്ലാത്തത്, എന്തുകൊണ്ടാണ് ചില കടയിൽ മാത്രം GST ഉള്ളത് അല്ലേ? അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു തിയററ്റിക്കലി പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, നമ്മുടെ ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് റിലേറ്റീവ്സിൻ്റെ ഇടയിലൊക്കെ നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഒന്ന് ആളാവാൻ പറ്റും. കാരണം വെച്ചാൽ അവർക്കറിയാത്ത ഒരുപാട്, നിങ്ങൾ ഡെയിലി ലൈഫിൽ കാണുന്ന ഒരുപാട് GST പ്രൊവിഷൻസ് നിങ്ങൾ നേരിട്ട് പഠിക്കാൻ പോവാണ്. സോ ദാറ്റ് ഓക്കെ, നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് അല്ലേ? കാരണം നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം നമ്മളൊരു ബുക്സ് ആയിട്ട് അതിൻ്റെ കറക്റ്റ് പ്രൊവിഷൻ പഠിക്കുക എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ലിറ്റിൽ എന്താണ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ദാറ്റ് യു ആർ ഗോയിങ് ടു എൻജോയ്, ഐ എം ഷുവർ. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ അതിനെക്കുറിച്ച് മെയിനായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ സബ്ജക്റ്റ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് എന്നൊക്കെ ഞാനിപ്പോൾ ഇതിൽ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്തുക എന്ന് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഏതായാലും ഞാൻ ഓൾറെഡി എന്നെക്കുറിച്ച് പറഞ്ഞു അല്ലേ? ഞാൻ ഒരു പ്രാക്ടീസിങ് CA ആണ്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഏകദേശം 6 വർഷത്തോളമായി ഞാൻ CA പാസ്സായിട്ട്, 6 വർഷത്തിൻ്റെ മുകളിലായി ഞാൻ ടീച്ചിങ് തുടങ്ങിയിട്ട്.
അപ്പം എൻ്റെ ഈ 6 വർഷം ഞാൻ ടീച്ച് ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ GST തന്നെയാണ്. ഇപ്പം ഞാൻ ഏകദേശം 10-15,000-ഓളം സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങളെയും എനിക്ക് പഠിപ്പിക്കാൻ പറ്റുമെന്നുള്ള ഒരു എന്താ പറയുക ഒരു അല്ലേ അതും എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കൂട്ടുന്നു. അപ്പോൾ എനിവേ, അപ്പോൾ നമുക്ക് പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് നേരിട്ടാണ് നമുക്ക് സംസാരിക്കാം, ക്ലാസ്സിൽ നേരിട്ട് സംസാരിക്കാം. അതിന് മുമ്പായിട്ട് ഇങ്ങനൊരു ഇൻട്രൊഡക്ഷൻ തരണം എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു അറേഞ്ച് ചെയ്തത് അല്ലേ. സോ എനിവേ, നമ്മുടെ കംസ് ടു ദ ടോപ്പിക്സ്. ഓക്കെ, നമ്മളുടെ ഇതിലേക്ക് വരുന്ന സമയത്ത് വി ഹാവ് ദീസ് മെനി ചാപ്റ്റേഴ്സ് ആൻഡ് ഓൾ. നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് നമ്മളുടെ GSTയിൽ. വി ഹാവ് സം ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ അല്ലേ, ആൻഡ് ദെൻ വി ഹാവ് ലെവി ആൻഡ് കളക്ഷൻ സപ്ലൈ ചാപ്റ്റർ, and then we have charging chapter, registration, composition scheme, exemption, time of supply, value of supply, place of supply, returns, ITC, tax invoice, accounts and records, payment of GST, TDS and TCS. ഇതിൻ്റെ പേര് കേട്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിതൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ വളരെ സിമ്പിളായിട്ട് നമ്മൾ പഠിപ്പിച്ചു തരും. ഡോണ്ട് വറി. അപ്പോൾ പിന്നെ ഇപ്പം നമ്മളുടെ കഴിഞ്ഞ എൻ്റെ ബാച്ചിൽ ഏകദേശം 85-ൻ്റെ ഒക്കെ മുകളിൽ ടാക്സിന് മാർക്ക് വാങ്ങിയ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല അച്ചീവ്മെൻ്റ് ആണ്. 85 എന്നൊക്കെ പറഞ്ഞാൽ CA എക്സാംസിൽ ഇറ്റ്സ് വെരി ഹ്യൂജ്. ഓക്കെ, അപ്പോൾ പിന്നെ അതൊക്കെ വാങ്ങിയിട്ടുള്ള നമ്മളെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ യു ക്യാൻ എന്താ പറയുക റിലൈ ഓൺ അസ് അല്ലേ, അതാണ് അതിൽ മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ പിന്നെ അതർ ദാൻ സബ്ജക്ട് ആൻഡ് മോർ അബൌട്ട് ദ CA അല്ലേ, നിങ്ങളെല്ലാവരും CA കോഴ്സ് തിരഞ്ഞെടുത്തപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് എന്താ പറയുക അഡ്വൈസുകൾ നിങ്ങൾക്ക് പല ഭാഗത്തും കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്നും, ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നും, ഫാമിലീസിൻ്റെ കയ്യിൽ നിന്നും എല്ലാം പല പല അഡ്വൈസ് കിട്ടിയിട്ടുണ്ടാവും. ഇത് നിങ്ങളെ കൊണ്ട് സാധിക്കുമോ സാധിക്കില്ലേ, നിങ്ങൾ തന്നെ കുറേ കൺഫ്യൂഷനിലായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒരിക്കലും അങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള അഡ്വൈസിൽ പോയി ചാടരുത്. ഓഫ് കോഴ്സ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന കോഴ്സാണ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ടൊന്നും പറയില്ല, പക്ഷെ പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായാലും നമുക്ക് പാസ്സാൻ കഴിയും. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, അപ്പോൾ അതിലെ ഒരു സബ്ജക്റ്റ് പാസ്സാവാനാണ് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുക. അതുപോലെ എന്നിലാറ് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഫാക്കൽറ്റീസാണ് എല്ലാ സബ്ജക്റ്റും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഭാഗം എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കോൺഫിഡൻ്റ് ആവുക, സെൽഫ് കോൺഫിഡൻ്റ് ആവുക. ബാക്കിയുള്ള നെഗറ്റീവ് കമൻസ്, നെഗറ്റീവ് അഡ്വൈസസ് ഒക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. ഇതിലൂടെ കേൾക്കുക, മറ്റൊരു ഭാഗത്തൂടെ വിടുക. യു ഹാവ് ടു ഫോക്കസ് ഓൺ യുവർ ഗോൾസ് അല്ലേ. നിങ്ങൾക്ക് ഉറപ്പാലും ഇത് നേടിയെടുക്കാൻ കഴിയും എന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതൊക്കെ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്ന് പറയാനുള്ളത്. കാരണം എനിക്ക് പല ആളുകളും അങ്ങനത്തെ ഇഷ്യൂസ് പറയാറുണ്ട്. നമ്മളെ ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞു ഇതെന്നെ കൊണ്ട് സാധിക്കില്ല, അല്ലെങ്കിൽ ഒരുപാട് റിലേറ്റീവ്സ് പറഞ്ഞു അവരുടെ മകൻ അങ്ങനെ പോയി, അവർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ അങ്ങനെ പല പല നെഗറ്റീവ് കമൻസ് ഒക്കെ ഇതിൽ നമ്മളെ യു വിൽ കം അക്രോസ് അല്ലേ. അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കണ്ട. അതാണ് ഞാൻ മെയിനായിട്ട് പറയാനുള്ളത്. കാരണം വെച്ചാൽ നമ്മുടെ കോഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൂടുതൽ മുതൽ മുടക്കില്ലാത്ത അല്ലെ, കൂടുതൽ പൈസക്ക് ചിലവില്ലാതെ, പക്ഷെ എന്നാൽ ഏറ്റവും ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ള ഏറ്റവും നല്ല എന്താ പറയുക സെറ്റിൽഡ് ആവാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ശരിക്കും CA കോഴ്സ് അല്ലേ. അപ്പം അതുകൊണ്ട് നിങ്ങൾ നന്നാവാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് പേരായിരിക്കും നിങ്ങളുടെ പുറകെ നടന്നിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കില്ല അല്ലേ എന്നൊക്കെ പറയുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കുന്ന എന്നെ പോലെ നല്ല ഫാക്കൽറ്റീസ് ഡെഫിനറ്റ്ലി നിങ്ങളോട് എന്താ പറയുക കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറയും, കോഴ്സ് നല്ല രീതിയിൽ പഠിക്കാൻ പറയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള നെഗറ്റീവ് കമൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒഴിവാക്കുക. അത് നിങ്ങൾ നോക്കിയേ വേണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങളുടെ പ്രാക്ടിക്കലി നിങ്ങൾ കാണുന്ന കോഴ്സ് പ്രാക്ടിക്കലി നിങ്ങൾ ഡെയിലി എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, കടയിൽ പോകുന്നു, സാധനം വാങ്ങുന്നു അല്ലേ, അങ്ങനത്തെ അപ്പം നിങ്ങൾ GST കൊടുക്കുന്നു അല്ലേ, അങ്ങനത്തെ നിങ്ങൾ പ്രാക്ടിക്കലി അനുഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ത്രില്ല്. കാരണം നമ്മൾ മറ്റുള്ള സബ്ജക്റ്റ്, ഇപ്പം ഞാൻ മറ്റുള്ള സബ്ജക്റ്റിനൊന്നും എന്താ പറയുക താഴത്തെ കാണിക്കല്ല. അതൊക്കെ ഡെഫിനറ്റ്ലി നമുക്ക് വേണം, പ്രാക്ടിക്കലി വേണം, അതെല്ലാം വേണം. പക്ഷെ ഒന്നും കൂടെ നമ്മളുടെ റിയൽ ലൈഫുമായിട്ട് ഒന്നുകൂടെ എന്താ പറയുക കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒന്നുകൂടെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് GST. നിങ്ങളെല്ലാവരും ഐ എം ഷുവർ ദാറ്റ് ഓൾ ഓഫ് യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് GST. മറ്റുള്ള സബ്ജക്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടില്ലെങ്കിൽ കൂടെ GSTനെ കുറിച്ച് നിങ്ങൾ നല്ല രീതിയിൽ കേട്ടിട്ടുണ്ടാവും അല്ലേ. കാരണം നിങ്ങൾ പ്രാക്ടിക്കലി നിങ്ങളുടെ ലൈഫുമായിട്ട് അത്രയും കണക്റ്റഡ് ആണ്. അപ്പം അതുകൊണ്ട് നമുക്കത് പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല നമ്മൾ കുറേ ചാർട്ടും ഒരുപാട് എന്താ പറയുക PPT നല്ല പിക്ചേഴ്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പഠിപ്പിക്കുക. അതുകൊണ്ട് യു വിൽ നെവർ ഗെറ്റ് ബോർഡ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബോറടിക്കാൻ നമ്മൾ അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കാം. ഡോണ്ട് വറി.
അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് സബ്ജക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ എന്താ കൂടുതൽ പറയാ എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത് അല്ലേ? ഇതിൽ കൂടുതൽ എന്താ പറയാന്ന് ആണ് ആലോചിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഞാനത് ക്ലിയർ ചെയ്യുമ്പോൾ ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഞാൻ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും പറയാന്നല്ലാതെ നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് ഇൻ ദി ചാറ്റ് ബോക്സ് സോ ദാറ്റ് ഐ ക്യാൻ സീ ആൻഡ് ഐ ക്യാൻ റിപ്ലൈ ദാറ്റ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചാറ്റ് ബോക്സ് വെറുതെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ കാണട്ടെ, എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടോ നോക്കട്ടെ. എന്തെങ്കിലും യു ആർ എനി കൺസേൺസ് ഓർ അല്ലെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നിങ്ങളെല്ലാവരും കൊല്ലം ബേസ് തന്നെയാണോ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും? എന്തായാലും റെസ്പോണ്ട് ചെയ്ത് യെസ് ഓക്കെ. അതേന്ന് പറയുന്നുണ്ട്. കൊല്ലത്തും പുറത്തുള്ള ആരെങ്കിലും അറ്റൻഡ് ചെയ്യുന്നുണ്ടോ അവിടെ? അതെ അതുണ്ട്. സെറ്റ്, അടിപൊളി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ കൺസേൺ എന്തെങ്കിലും പറയാനുണ്ടോ, ചോദിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ അത് ക്ലിയർ ചെയ്യും. ഇത് സബ്ജക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ കോഴ്സിനെ കുറിച്ചോ സിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഡോണ്ട് വറി, യു ക്യാൻ ഓപ്പൺലി ആസ്ക്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമോ? യെസ് ഓഫ് കോഴ്സ് ഉണ്ടാവും. നമുക്ക് പിന്നെ ഇപ്പം നമ്മളുടെ ഈ ഞാൻ പറഞ്ഞില്ല 50 മാർക്ക് ഉണ്ടല്ലോ, ഈ 50 മാർക്കിൽ 30% വിൽ ബി ഒബ്ജക്റ്റീവ് ടൈപ്പ് MCQ. അത് നമുക്ക് ഓപ്ഷൻ തരും, ആ ഓപ്ഷനിൽ നിങ്ങൾ എന്ത് ചൂസ് ചെയ്യും. അങ്ങനെ നെഗറ്റീവ് മാർക്കൊന്നുമില്ല, നമുക്ക് അതാണ്. ഓക്കെ, GSTയിൽ അടുത്ത ഡൗട്ട്, ഇത് പ്രോബ്ലം പേപ്പർ ആണോ തിയറി പേപ്പർ ആണോ? if you take this as a 100%, then I can say a 60% will be theory and 40% will be problem. അങ്ങനെയാണ്. ഒരു 60-40, തിയറിയാണ് കൂടുതൽ. പക്ഷെ നമുക്ക് ലോ പഠിക്കുന്ന പോലത്തെ അങ്ങനത്തെ തിയറി അല്ല, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തിയറിയാണ്. ഓക്കെ, നോട്ട് ലൈക്ക് നമ്മുടെ ലോ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് പോലത്തെ തിയറി അല്ല, പക്ക തിയറി അല്ല. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള തിയറിയാണ്. ആ തിയറി അറിഞ്ഞാൽ മാത്രമേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് കൈൻഡ് ഓഫ് തിയറീസ്, അല്ലാതെ പക്ക തിയറി അല്ല. യെസ് ഓക്കെ, അങ്ങനെ ഡൗട്ട് വരട്ടെ. ഇൻകം ടാക്സ് ആൻഡ് GST രണ്ടും സാർ തന്നെ? അല്ലല്ല, ഞാനല്ല. ഇൻകം ടാക്സ് വേറെ സാറാണ് പഠിപ്പിക്കുന്നത് കേട്ടോ, ഞാൻ GST മാത്രം. ഇത് വേറെ സാർ പഠിപ്പിക്കും. ആ, പിന്നെ അടുത്ത ഡൗട്ട് വരട്ടെ. ഡൗട്ടില്ലേ? ഡൗട്ട് കഴിഞ്ഞോ? ഡൗട്ടെല്ലാം കഴിഞ്ഞോ മക്കളെ? ആ, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ സബ്ജക്റ്റിനെ കുറിച്ചത് അല്ലേ? അപ്പോൾ സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇത് ഈ കാര്യങ്ങൾ ഞാൻ അതിൽ ആഡ് ചെയ്യാൻ മറന്നാണ്. അപ്പോൾ നിങ്ങൾ ഡൗട്ട് ചോദിച്ചപ്പോഴാണ് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയത്. അതായത് 60% വിൽ ബി തിയറി പാർട്ട് ആൻഡ് 40% വിൽ ബി പ്രാക്ടിക്കൽ. അതായത് നമ്മുടെ പ്രോബ്ലം അല്ലേ, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സംഭവമായിരിക്കും. പിന്നെ അതാണ് അതിൽ ഒരു കാര്യം നമ്മൾ പറയാനുള്ളത്. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ് അല്ലേ, അത് നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒബ്ജക്റ്റീവ് ടൈപ്പ് നമുക്ക് 30%ഓളം നമുക്ക് ഒബ്ജക്റ്റീവ് ആണ് വരിക. MCQ അല്ലേ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അതും MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ 1 ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക. അത്ര ഈസി ആയിരിക്കും ഞാൻ പറയുന്നില്ല, കാരണം MCQ വിൽ ബി നിങ്ങൾക്ക് കുറച്ച് നമ്മൾ നല്ല പഠിക്കണം അല്ലേ. പഠിക്കാൻ നല്ല പേടിപ്പിക്കില്ല, നമ്മൾ പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യും അല്ലേ. അപ്പോൾ അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വേറെന്താ, അതൊക്കെയാണ് നമുക്ക് അതിന്. പിന്നെ ഞാൻ ഓൾറെഡി ചാപ്റ്റേഴ്സ് കാണിച്ചു, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉള്ളത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ബേസിക്കലി ഇതിൻ്റെ കൂടെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഞാൻ മെറ്റീരിയൽ തരും. മെറ്റീരിയൽ മീൻസ് ഞാൻ സിംപ്ലിഫൈ, ഇപ്പം നിങ്ങൾ കാണുന്ന ഈ മെറ്റീരിയൽ ഓക്കെ, ഇതൊരു സിംപ്ലിഫൈ ചെയ്ത മെറ്റീരിയലാണ്. അപ്പോൾ ആകെ കുറച്ച് പേജ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് പഠിച്ചാൽ മതി. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് തരും. ക്വസ്റ്റ്യൻ ബാങ്കിൽ ഏകദേശം 270ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. 270. ഈ 270 ക്വസ്റ്റ്യൻസ് വെച്ചാൽ നിങ്ങളുടെ പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ റിവിഷൻ ടെസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിട്ടുള്ള അധിക ക്വസ്റ്റ്യൻസ് നമ്മളതിൽ ആ ക്വസ്റ്റ്യൻ ബാങ്കിൽ കവേർഡ് ആണ്. സോ ദാറ്റ് യു ക്യാൻ ഈസിലി ക്ലിയർ ദ എക്സാംസ്. ഓക്കെ, കാരണം അത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ സെറ്റാണ്. ഓക്കെ, അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യും. 270+ ക്വസ്റ്റ്യൻസ്, ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ് അല്ലേ. കാരണം നിങ്ങളുടെ പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. അപ്പോൾ ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. യെസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ വരാൻ പോകുന്ന ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഇതറിയാണ്ടെങ്കിൽ ചോദിക്കാം.
ഇല്ലേ? ഒന്നുമില്ല? എവിടെ നിന്നൊക്കെ നിങ്ങൾ വേറെ എവിടെ നിന്നൊക്കെ? കൊല്ലത്തുനിന്ന് പുറത്തേതൊക്കെ? കൊല്ലത്തുനിന്ന് പുറത്ത് ആരൊക്കെയുള്ള? ഏത് ഡിസ്ട്രിക്റ്റാണ്? എറണാകുളം ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ട്രിവാൻഡ്രം. ഓക്കെ, നൈസ്. എറണാകുളം, ട്രിവാൻഡ്രം. വേറെ എവിടെ? വേറെ ഇല്ലേ? എറണാകുളം, ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട. ഓക്കെ, നൈസ്. അല്ലെ, ഞാൻ എപ്പോഴും ടീച്ചിങ്ങിൽ ആലപ്പുഴ. വെരി ഗുഡ്. ഓക്കെ, ഞാൻ എല്ലാ ക്ലാസ്സിലും പോയിട്ട് പറയുന്ന ഡയലോഗാണ്, നമ്മൾ ടീച്ചിങ്ങിലേക്ക് ഇറങ്ങിയിട്ട് ഞാനിപ്പോൾ എല്ലാ 14 ജില്ലയിലെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, ഏത് ജില്ലയിൽ പോയി കഴിഞ്ഞാലും കുടുങ്ങി പോകില്ല. കാരണം എവിടെയെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവും, അല്ലെ? നിങ്ങളെ പോലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അപ്പോൾ അതാണ് ടീച്ചിങ്ങിലുള്ള ഒരു ബെനഫിറ്റ്. നമുക്ക് എവിടെ പോലും ആളുകളുണ്ടാവും, അല്ലെ? നമ്മളെ ആളുകളുണ്ടാവും. ഓക്കെ, യെസ്. അപ്പോൾ എനിക്ക് ഇനി നിങ്ങളെ ഓരോ ഡിസ്ട്രിക്റ്റിലും പുതിയ പുതിയ ആളുകളെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് സോ ഹാപ്പി. യാ, അപ്പോൾ ഏതായാലും ഞാൻ ഇനി കൂടുതൽ പറഞ്ഞ് വെറുതെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അപ്പോൾ ഞാൻ സബ്ജക്റ്റിനെ കുറിച്ചൊന്ന് സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ, ടു സമ്മപ്പ് ഐ വിൽ, അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഇതാണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഒരു സംഭവം. അപ്പോൾ അതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു 50 മാർക്ക് ഇൻകം ടാക്സ് ആണ്, അത് ഞാനല്ല പഠിപ്പിക്കുക. GST 50 മാർക്ക്, അതാണ് ഞാൻ പഠിപ്പിക്കുക. അപ്പോൾ ഈ 50 മാർക്കിൽ തന്നെ നമുക്ക് 30%, അല്ലേ? 30 മാർക്കല്ല കേട്ടോ, 30 മാർക്കല്ല, 30%. ഓക്കെ, 30%, ഏകദേശം 15 മാർക്ക്. ഓക്കെ, 15 മാർക്ക് വിൽ ബി MCQ, 15 മാർക്ക് വിൽ ബി MCQ, ആൻഡ് ബാക്കി 35 മാർക്ക് വിൽ ബി നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ അടുത്ത ഡൗട്ട് ചോദിച്ചാൽ തിയറിയാണ്, പ്രോബ്ലംസ് ആണ് കൂടുതൽ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു 60% തിയറിയും 40% പ്രോബ്ലംസ് ആയിരിക്കും. അതായിരിക്കും ഇതിൻ്റെ ഒരു ഏകദേശം ഒരു സ്ട്രക്ചറിങ്. ഓക്കെ, പിന്നെ എന്താണ് അടുത്ത ഡൗട്ട്? എന്താണ് കറന്റ്ലി ബേസ്ഡ് GST ആണ്? ഡെഫിനറ്റ്ലി. ഓക്കെ, അതായത് നമ്മുടെ CA കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ BComലൊക്കെ പോവുകയാണെങ്കിൽ, പഴയ 2018, 19 പ്രൊവിഷൻസ് ആയിരിക്കും ഇപ്പം പഠിക്കുക. അങ്ങനെയല്ല GST എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ എന്താ നടക്കുന്നത്, കറന്റ്ലി എന്താണ് നടക്കുന്നത്, അത് നമ്മൾ പഠിക്കും, അല്ലേ? അതാണ് നമ്മൾ അമെൻമെന്റ് ഇടയ്ക്കിടയ്ക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ GSTന്റെ ഏറ്റവും പ്രത്യേകത വെച്ചാൽ കറണ്ട് ആണ് പഠിക്കുക, അല്ലാതെ ഒരുപാട് പഴയ പ്രൊവിഷൻസ് അല്ല. ഇപ്പോൾ നിലവിൽ എന്താണ് നടക്കുന്നത് അത് നമ്മൾ ലൈവായിട്ട് പഠിക്കും. അതാണ് നമ്മൾ GSTന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അല്ലേ? അല്ല, നമ്മൾ പഴയ പ്രൊവിഷൻസ് നല്ല പഠിക്കുക, കറണ്ട്. ലേറ്റസ്റ്റ് എന്താണോ നടക്കുന്നത്, ലേറ്റസ്റ്റ് എന്താണ് മാർക്കിൽ നടക്കുന്നത്, ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സെറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ പറയാനുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് പോവാം. സോ എനിത്തിങ് എൽസ് ബഡീസ് ഉണ്ടോ? ഇല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ നിങ്ങളെ ബോറടിപ്പിക്കേണ്ട ആവശ്യം. നമുക്ക് ഇനി നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് സെറ്റ് ആയിട്ട് കാണാം, അല്ലേ? അപ്പൊ എല്ലാവരും ഞാൻ അവിടെ കാണുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ ഷുവർ. ഐ തിങ്ക് എല്ലാവർക്കും ഒരുവിധം ആ ഒരു സബ്ജക്ട് കേട്ട് പരിചയമുണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ള ബ്രീഫിംഗ് സാർ എന്തായാലും നല്ല രീതിയിൽ അത് ഒരു ക്യാപ്സുൽ രീതിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അത് മാർക്കിംഗ് സ്കീം, അതിന്റെ ഇമ്പോർട്ടൻസ്, പിന്നെ എങ്ങനെയൊക്കെ പഠിക്കാം, അതെല്ലാം സാർ അതിനകത്തൊരു ഷോർട്ട് പീരീഡിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സ്റ്റുഡൻസിന് ഡൗട്ട്സോ കാര്യങ്ങളോ ഇനി ഇല്ലാന്ന് വിശ്വസിക്കുന്നു. കൂടുതലായിട്ട് നമുക്ക് ഈ സബ്ജക്ട് കംപ്ലീറ്റ്ലി സാർ തന്നെയാണ് നിങ്ങൾക്ക് എടുത്തു തരാൻ പോകുന്നത്. അപ്പൊ കൂടുതലായി നമുക്കത് ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നത്, ഫേസ് ടു ഫേസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ, അല്ലേ സാർ? അതെ. യെസ്, അപ്പൊ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ ഈ ഒരു GSTയുടെ ക്ലാസ് പോകുന്നതായിരിക്കും. സാർ നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോ താങ്ക് യു ഫോർ ജോയിനിങ് സർ. ഒരു തിരക്ക് പിടിച്ച സമയത്തും നമ്മുടെ ഒപ്പം ഒരു ഷോർട്ട് ടൈമിൽ ജോയിൻ ചെയ്തതിൽ. അതേപോലെ താങ്ക് യു സ്റ്റുഡൻസ് ഫോർ ജോയിനിങ് ദ സെഷൻ. അടുത്തൊരു നെക്സ്റ്റ് സെഷൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സോ ഗുഡ് നൈറ്റ് ഓൾ. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്. ബൈ മക്കളെ. ബൈ. ഇപ്പൊ നമുക്ക് ഓഫ്ലൈനിൽ കാണാം കേട്ടോ. യെസ്.